ഹായ്, നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളൊരു ഡ്രോണ് ഫ്ലൈ ചെയ്യിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാനുണ്ട്. അതെന്തെല്ലാം കാര്യങ്ങളാണെന്നാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽക്കം ടു ദി ചാനൽ ദ മാൻ വിത്ത് തേർഡ് ഐ. ആദ്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഡ്രോണിൻ്റെ പ്രൊപ്പല്ലറാണ്. ഈ പ്രൊപ്പല്ലർ അതിൻ്റെ സ്ക്രൂ അതിൽ കൂടെ വരുന്ന ഈ സ്ക്രൂ ഡ്രൈവർ വെച്ച് ടൈറ്റ് ആണോ എന്നൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അത് ഓരോ ഫ്ലൈക്ക് മുമ്പായും നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പ്രൊപ്പല്ലറുകളെല്ലാം ടൈറ്റ് അല്ലേ, അതിൻ്റെ സ്ക്രൂ ടൈറ്റായിട്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. കാരണം അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഈ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് തന്നെ നമുക്ക് ടൈറ്റ് ചെയ്ത് നോക്കാവുന്നതാണിത്. ടൈറ്റ് ആണോ അല്ലേ എന്നാണ്. അപ്പോൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് വേണം അത് ടൈറ്റ് ചെയ്യാൻ. പിന്നെ നമ്മൾ ഈ ത്രെഡൊക്കെ പോയിട്ടുള്ള ഈ സ്ക്രൂ ഡ്രൈവർ, അങ്ങനെയുള്ള സ്ക്രൂ ഡ്രൈവറൊന്നും ഇതിൽ യൂസ് ചെയ്യാതിരിക്കുക. കാരണം അത് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ത്രെഡും പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിന് സൂട്ടായിട്ടുള്ള അതിന് പ്രോപ്പറായിട്ടുള്ള ഇങ്ങനെയുള്ള സ്ക്രൂ ഡ്രൈവറുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രൊപ്പല്ലറുകൾ ടൈറ്റ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഈ എയർക്രാഫ്റ്റിൻ്റെ, അതായത് ഡ്രോണിൻ്റെ ബോഡി മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഡാമേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അതോടൊപ്പം തന്നെ ഈ പ്രൊപ്പല്ലറിൽ ഈ എഡ്ജ് എന്തെങ്കിലും ക്രാക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. കാരണം നമ്മൾ നല്ലൊരു ഏരിയയിൽ വെച്ചിട്ടല്ല ഇത് ഫ്ലൈ ചെയ്യിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഈ പുല്ലിലൊക്കെ വെച്ചിട്ട് ഫ്ലൈ ചെയ്യിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും ലാൻഡ് ചെയ്യുന്ന സമയത്തെല്ലാം ആ പുല്ലുള്ളത് കൊണ്ട് ഈ പ്രൊപ്പല്ലർ കറങ്ങുന്ന സമയത്ത് ആ പുല്ല് കട്ടാവും. അപ്പോൾ ആ പുല്ലിലുള്ള ചെളിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഈ പ്രൊപ്പല്ലറിൻ്റെ ഇതിൻ്റെ എഡ്ജിൽ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നെക്സ്റ്റ് ടൈം നമ്മളത് ക്ലീൻ ചെയ്യാതെ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റ് സ്റ്റേബിളായിട്ട് നിൽക്കില്ല. ഇതിങ്ങനെ ഇളകി കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ എവിടെയെങ്കിലും തട്ടിയിട്ട് വല്ല ക്രാക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിൻ്റ്. അപ്പം നമ്മുടെ മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഡ്രോണിൻ്റെ സെൻസറുകൾ. ഇത് ഓംനി ഡയറക്ഷണൽ സെൻസറുകളുള്ളതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ സെൻസറുകളും ക്ലീൻ അല്ലേ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. കാരണം ഫ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഈ സെൻസറുകളെല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യണം. കാരണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചളിയോ അങ്ങനെയുള്ള എന്തെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ സെൻസർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ വരും. അപ്പം നമ്മുടെ ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് ആ സെൻസറിലുള്ള സൈഡിലുള്ളത് വർക്ക് ചെയ്യില്ല. എവിടെയെങ്കിലും പോയി തട്ടി ക്രാഷ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ മൂന്നാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് നമ്മുടെ സെൻസറിൻ്റെ എല്ലാ സെൻസറുകളും ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നാലാമതായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം ഈ ക്യാമറയുടെ ലെൻസ് ഇതുപോലെ ക്ലീൻ അല്ലേ എന്നുള്ള കാര്യമാണ്. കാരണം ഓരോ ഫ്ലൈ കഴിഞ്ഞ് വരുമ്പോഴും അതിൻ്റെ അകത്ത് ഒരുപാട് ഡസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഒന്നുകിൽ നമ്മൾ അത് എടുത്തു വെക്കുന്ന സമയത്ത് തന്നെ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തു വെക്കുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഫ്ലൈ ചെയ്യിക്കുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ക്യാമറ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ചളിയോ മണ്ണോ അങ്ങനെ എന്തും ഇല്ലല്ലോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിട്ട് വേണം ഫ്ലൈ ചെയ്യിക്കാൻ. അപ്പം ചളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഉദ്ദേശിച്ച പോലെ ആ വിഷ്വൽ നല്ല ക്ലാരിറ്റിയിൽ കിട്ടില്ല. അതിനെന്തെങ്കിലും നമ്മളൊരു ബ്ലറായി കൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കിട്ടുക, ആ ചളിയും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ക്യാമറയിൽ ചളിയോ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിട്ടേ നമ്മൾ ഫ്ലൈ ചെയ്യിക്കാവൂ. അപ്പം ക്യാമറ ക്ലീൻ ചെയ്യാൻ മറക്കരുത്. അഞ്ചാമതായിട്ട് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ RC2 അതിലെ ബാറ്ററിയും അതുപോലെ തന്നെ നമ്മുടെ ഡ്രോണിൽ വരുന്ന ബാറ്ററിയും അത് രണ്ടും ഫുൾ ചാർജ് അല്ലേ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. അപ്പോൾ ചാർജ് അല്ലെങ്കിൽ അത് നമ്മൾ ഫുൾ ചാർജ് 100% ചാർജ് ചെയ്തതിന് ശേഷമേ നിങ്ങൾ ഫ്ലൈ ചെയ്യിക്കാവൂ. കാരണം ഇത് ഓരോരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചും ഇപ്പോൾ വിൻഡ് കൂടുന്നതിനനുസരിച്ചും ഇപ്പം ഇവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഫ്ലൈയിങ് ടൈമിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഓൾറെഡി അത് ഇത്ര സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് പറപ്പിക്കുന്ന സമയത്ത് അത് ക്ലൈമറ്റ് മോശമാകുന്ന സമയത്ത് അത് കൂടുതലായിട്ട് ബാറ്ററി എടുക്കും. അത് പെട്ടെന്ന് തന്നെ ബാറ്ററി കഴിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ 100% ബാറ്ററി ഫുൾ ചാർജ് ചെയ്തിട്ട് മാത്രം
ഫ്ലൈ ചെയ്യിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഡ്രോണിലും ഈ RC2ലും വരുന്ന മെമ്മറി കാർഡാണ്. അപ്പോൾ നമ്മൾ ഒരു ഫ്ലൈ ഒക്കെ കഴിഞ്ഞ് വന്ന് അതിലെ വിഷ്വൽ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്മറി കാർഡ് അഴിച്ചെടുത്ത് കാർഡ് റീഡറിലെല്ലോട്ട് കോപ്പി ചെയ്ത് എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ പോസ്റ്റ് ചെയ്യും, വീഡിയോ എല്ലാം പോസ്റ്റ് ചെയ്ത് ഈ മെമ്മറി കാർഡ് നമ്മൾ തിരിച്ച് ഡ്രോണിലോ അല്ലെങ്കിൽ RC2ലോ ഇടാൻ മറന്നു പോകും. എന്നിട്ട് ഇതെല്ലാം നമ്മൾ ബാഗിൽ എടുത്ത് വെച്ച് പിന്നീട് നെക്സ്റ്റ് ടൈം ഫ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്തായിരിക്കും ഈ മെമ്മറി കാർഡ് റീഡറിൻ്റെ അകത്താണല്ലോ ഇരിക്കുന്നത് എന്നുള്ള ഓർമ്മ വരും. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ മെമ്മറി കാർഡ് ഈ 2 ഇതിലും ഇൻസേർട്ട് ചെയ്തിട്ടില്ലേ എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്താം. 7ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ RC2 റിമോട്ട് ഓൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഈ കൺട്രോൾ സ്റ്റിക്ക് നമ്മൾ പ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ ആൻറ്റിന നമ്മൾ പൊസിഷനിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ കൺട്രോൾ സ്റ്റിക്കും ആൻറ്റിനയും പൊസിഷനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മാത്രം നമ്മൾ ഈ RC2 ഓൺ ചെയ്യാം. അടുത്തതായിട്ട് പറയാനുള്ളത്, നമ്മൾ ഈ RC2 ഓൺ ചെയ്ത് നമ്മുടെ ഫ്ലൈറ്റും അതായത് നമ്മുടെ ഡ്രോണുമായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഫേംവെയർ അപ്ഡേഷൻ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. കാരണം എന്തെങ്കിലും ഫേംവെയർ അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലൈ ചെയ്യുക. നമ്മുടെ ഫ്ലൈറ്റ് കണക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ ബാറ്ററി ലെവൽ ഇൻഡിക്കേഷൻ കാണിക്കുന്നില്ല എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബാറ്ററി ഇൻഡിക്കേഷൻ്റെ ഡീറ്റെയിൽസ് അത് നമ്മൾ ഓരോന്നും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഈ RC2 കൺട്രോളുമായി ഉള്ള ഡ്രോണ് എത്രത്തോളം സിഗ്നൽ സ്ട്രോങ് ആണോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് സ്ട്രോങ് ആണ്, സിഗ്നൽ സ്ട്രോങ് ആണെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസും പിന്നെ GPS ആണ്. സമയത്ത് ഈ റെഡ് മാർക്ക് വൈറ്റ് കളറാവും. വൈറ്റ് കളറാവുന്ന സമയത്ത് ഇത് ഫ്ലൈ ചെയ്യിക്കാവും. നമ്മൾ ഈ റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസിൻ്റെ അത് ബൈപ്പാസിലല്ലേ എന്നുള്ളത് കൺഫേം ചെയ്യുക. എന്നിട്ട് താഴത്തേക്ക് വരുന്ന സമയത്ത് അവിടെ അഡ്വാൻസ്ഡ് RTH എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതായത് റിട്ടേൺ ടു ഹോം. അപ്പോൾ അത് ഒപ്റ്റിമലിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒപ്റ്റിമലിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സിഗ്നൽ RC2 ആയിട്ടുള്ള സിഗ്നൽ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഈ ബാറ്ററി ലോ നമ്മൾ റിട്ടേൺ ടു ഹോം വിളിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്ലൈറ്റ് തന്നെ അത് ഏറ്റവും ചെറിയൊരു റൂട്ട് സജസ്റ്റ് ചെയ്തിട്ട് അത് നമ്മുടെ ഹോം പോയിൻറ്റിലേക്ക് വന്നു ചേരും. അപ്പം അവിടെയുള്ള ഏതെങ്കിലും നമ്മൾ ഈ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് തൊട്ട് താഴെ ഒരു ഓട്ടോ RTH ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിപ്പോൾ 100 മീറ്ററിലാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഏറ്റവും വലിയ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു മരമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ആൾട്ടിറ്റ്യൂഡ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യണം. അതിൻ്റെ മുകളിലൂടെ പറന്ന് വരാനുള്ള ആ ഒരു ആൾട്ടിറ്റ്യൂഡ് കൂടി സെറ്റ് ചെയ്യണം. അപ്പം എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് അത് റിട്ടേൺ ടു ഹോം വരുന്ന സമയത്ത് ആദ്യം ആ ഒരു എയർക്രാഫ്റ്റ് ആ ഒരു ആൾട്ടിറ്റ്യൂഡിലേക്ക് കയറും. ഇപ്പോൾ നമ്മളിവിടെ 100 ആണെങ്കിൽ 100 ആൾട്ടിറ്റ്യൂഡിലേക്ക് കയറിയിട്ട് പിന്നെയാണ് നമ്മുടെ ഹോം പോയിൻറ്റിലേക്ക് വരുന്നത്. അപ്പം ഈ ഓട്ടോ RTH അത് നിങ്ങൾ ഫ്ലൈ ചെയ്യിക്കുന്ന ആ ഒരു ഏരിയ അനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ താഴത്തോട്ട് വരുന്ന സമയത്ത് ഏറ്റവും താഴെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു അഡ്വാൻസ്ഡ് സേഫ്റ്റി സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം സിഗ്നൽ ലോസ്റ്റ്, അതായത് നമ്മളെ കൺട്രോളുമായിട്ട് അതായത് റിമോട്ട് കൺട്രോളുമായിട്ടുള്ള സിഗ്നൽ ലോസ് ആയി കഴിഞ്ഞാൽ ഡ്രോണ് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഓപ്ഷനാണ്. അപ്പം നമുക്ക് ഒന്നുകിൽ അവിടെ ഡിസെൻറ്റ് കൊടുക്കാം, അപ്പോൾ അതെന്ത് ചെയ്യും, അവിടെ തന്നെ ലാൻഡ് ചെയ്യും. പക്ഷേ ഇത് നമ്മൾ ദൂരെ എവിടെയെങ്കിലും ആണെങ്കിൽ തന്നെ അവിടെ ലാൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ റിട്ടേൺ ടു ഹോമാണ് മെയിനായിട്ട് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ റിട്ടേൺ ടു ഹോമാണ് കൊടുത്തിരിക്കുന്നത്, RTH ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിപ്പം എന്തെങ്കിലും കാരണവശാൽ നമ്മൾ സിഗ്നൽ ലോസ് ആവുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് റിട്ടേൺ ടു ഹോമിലേക്ക് വരും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആ റിട്ടേൺ ടു ഹോം സെറ്റ് ചെയ്യുന്നത്. പക്ഷേ
നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ആൾട്ടിറ്റ്യൂഡ് സെറ്റ് ചെയ്യുന്നത് അപ്പുറത്താണ്. അത് 100 മീറ്റർ 80 മീറ്റർ അങ്ങനെ ഏത് ആൾട്ടിറ്റ്യൂഡിലാണോ അത് റിട്ടേൺ ടു ഹോം വരേണ്ടതെന്നുള്ള അവിടെ സെറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു എമർജൻസി പ്രൊപ്പല്ലർ സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും നമ്മൾ തിരിച്ചു വന്ന് അത് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് അത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ കാണുന്ന പൊസിഷനിൽ ഇത് അതിൻ്റെ കൺട്രോൾ സ്റ്റിക്ക് മൂവ് ചെയ്യിച്ച് കഴിഞ്ഞാൽ പ്രൊപ്പല്ലർ സ്റ്റോപ്പ് ആവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. ബൈ.